ഞായറാഴ്ചയായിട്ട് രാവിലത്തെ കണി. ഡപ്പി ഡപ്പി ചക്കക്കുരുവാണ്, ചക്കക്കുരു മൊത്തം. നീയേ പ്ലാവെന്ന് വീണ ചക്ക മൊത്തം തിന്നു തീർക്കണമെന്ന് നിന്റെ താരം പറഞ്ഞിട്ടുണ്ടാടാ. അടിക്കണ കാണിച്ചൂടാ. ഒന്നും രണ്ട് സ്ഥലത്താണെങ്കിൽ എന്ത് എന്ത് പട്ടോണ്ട് അപ്പുറത്തുണ്ട്. അതല്ല എൻ്റെ അപ്പുറത്തുണ്ട്. ചക്കക്കുരുവാണ് അത്രയും ഇട്ടേണത്. ഇത് തിന്നിട്ട് അതുപോലെ ചക്കക്കുരു ഉൾപ്പെടെ അപ്പിട്ട് വെച്ചേക്കണ. എന്തോന്നടാ നിനക്ക്? ഒരു രക്ഷയില്ല. ഇവനെ ഇപ്പൊ തുറന്നു വിട്ടാ ഞാൻ ഇവിടെയാണ് അവൻ്റെ സ്ഥിരം അപ്പി സ്പോട്ടായിരുന്നു സ്ഥലം, തറയിട്ട ശേഷം. അങ്ങനെ ഞാൻ എന്തെങ്കിലും ചെയ്ത് പോയപ്പോഴത്തേക്ക് ചെടികളെല്ലാം പറക്കി ഇവിടെ വെച്ചിട്ട് പോയി. അപ്പോൾ അവൻ എന്തെടുത്ത് കറക്റ്റായിട്ട് നടുക്കോട്ട് ഇറങ്ങി അവിടെ ഇട്ടു. അവൻ വിചാരിച്ച അവരെ കക്കൂസ് ഡെക്കറേറ്റ് ചെയ്തതാണെന്ന്. എന്ത് ചെയ്യുമെന്ന് പറയാം. എനിക്ക് രാവിലെ എനിക്ക് ഇത് തന്നെ പണി. ഇവിടെ ഉള്ള ചക്ക മൊത്തം തിന്നിട്ട് അത് കൊണ്ട് ഇവിടെ ഇപ്പോൾ അപ്പിടുള്ളൂ. പണ്ട് ഇവിടെ ഇടൂലായിരുന്നു. അവിടെ വരെ ഉണ്ട്. ഞാൻ പോകുന്നു നാട്ടുകാരെ, കൂട്ടുകാരെ. ഞാൻ ഈ വീട് വിട്ട് പോവുകയാണ്. ഞാൻ അപ്പി കോരി എൻ്റെ ജീവിതം എടുത്ത്. ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റില്ല. രാവിലത്തെ അപ്പിക്കോരൽ കാരണം എനിക്ക് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ തുണിയെ കഴുകാനൊക്കെ ഇട്ടു. അപ്പോൾ അതെടുക്കാനായിട്ട് ഞാൻ ഫോൺ എടുത്തിട്ട് വാടാ എന്ന് പറഞ്ഞപ്പോൾ അവനായിട്ട് സ്വന്തമായിട്ട് വീഡിയോ എടുത്തുകൊണ്ട് വരുന്നതാണ്. എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം ധ്യാനസിൻ്റെ വോയിസ് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ കമൻറ്റ് ബോക്സ് ഓട്ടോമാറ്റിക് ഓഫ് ആവും. അതുകൊണ്ട് ഞാൻ അവൻ്റെ വോയിസ് മാറ്റിയിട്ട് ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് എൻ്റെ വോയിസ് ഇടുന്നതാണ്. കുട്ടികളുടെ വോയിസ് ഉണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബർ തന്നെ കമൻറ്റ് ബോക്സ് ഓഫാക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ തുണി രാവിലെ തന്നെ കഴുകി കഴിഞ്ഞിട്ട് എല്ലാം ഞാൻ പറക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നും പറയാൻ പറ്റത്തില്ല. എല്ലാ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പോട്ടെ വണ്ടി വിട്ട് പോട്ടെ. അപ്പോൾ തുണിയെ കഴുകാൻ നേരത്തെ തുണിയെ കഴുകി തീർന്നാക്കി ഇനി എടുത്ത് വിരിക്കാം. വെയിൽ ചെറുതായിട്ടുണ്ട്, പക്ഷേ വലിയ സുഖമുള്ള വെയിലല്ല. അതുകൊണ്ട് വീണ മഴ പെയ്യും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സ്റ്റാൻഡിൽ തുണിയൊക്കെ പറക്കിയിട്ടിട്ട് നമ്മുടെ പുറത്ത് ഇവിടെയുണ്ട്, ഇവിടെ ഇറക്കി വയ്ക്കും. ഇവിടേക്ക് ജസ്റ്റ് ചെറിയൊരു വെയിൽ കിട്ടി എന്നുള്ളതേ ഉള്ളൂ. കുറച്ചുകൂടി കഴിയുമ്പോൾ വെയിൽ കുറച്ചുകൂടി ഇങ്ങോട്ടാവും കേട്ടോ. വെയിലുണ്ടെങ്കിൽ വെയിൽ വലിയ ചൂടുള്ള വെയിൽ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തുണിയൊക്കെ കഴുകി വയ്ക്കുകയാണ്. ഞാൻ തൂപ്പ് കഴിഞ്ഞിട്ട് എനിക്ക് തുടയ്ക്കൊക്കെ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ തുണിയെല്ലാം കൊണ്ട് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കിടന്ന് വെയിലത്ത് വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങുമായിരുന്നു. പക്ഷേ വേണ്ട, റിസ്ക്. മഴ എപ്പോഴും വീഴണമെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ വെച്ചിട്ട് ഇനി എനിക്ക് ഉച്ചക്കത്തേക്കുള്ള കാര്യം നോക്കണം. ഇത് ഒന്ന് തുടയ്ക്കണം. ഭയങ്കര ഈച്ച ശല്യം. നിങ്ങൾക്ക് അവിടെ കൊണ്ടോ ഈച്ച ശല്യം? ഭയങ്കര ഈച്ച ശല്യം. അപ്പോൾ ഞാൻ തൂത്തുകൊണ്ടും കൂടെ നിൽക്കുകയാണ്. തൂത്ത് താഴെ എത്തി. ഞാനപ്പോൾ സ്റ്റെപ്പ് തൂത്തിറങ്ങുന്ന ധ്യാനൂസ് വീഡിയോ എടുത്തോളൂ. ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ അവ എന്തൊക്കെയോ പറഞ്ഞെടുത്തപ്പോൾ ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് തീരുമാനം വെച്ച് കിടക്കട്ടെ. അത് എന്തായാലും ഡേ ഇൻ ലൈഫിൽ വേറെ ഒന്നുമില്ലല്ലോ ഇടാനായിട്ട്. ഒരാഴ്ചയായി ഒരാഴ്ച കൂടുതലായി ഞങ്ങൾ വീട്ടിൽ നിന്നിട്ട്. ഒന്നൊന്നുമല്ല, 2-3 ആഴ്ച കൂടുതലായി. കല്യാണം അങ്ങനെ തിരക്ക് കഴിഞ്ഞാൽ അപ്പോൾ എല്ലായിടം തൂത്ത് എല്ലായിടം തുടച്ച് എല്ലാം സെറ്റാക്കി. പണി 10-11 മണി ആവുന്നേ ഉള്ളൂ. നേരത്തെ എണീറ്റുകൊണ്ട് എല്ലാം നടന്നു. അപ്പോൾ എന്തായാലും ഞായറാഴ്ച നമ്മൾ ലേറ്റായി എണീക്കുള്ളൂ. പക്ഷേ ഇന്ന് നമ്മൾ നേരത്തെ എണീറ്റ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ എൻ്റെ കൊഞ്ച് ഇവിടെ കിടന്ന് പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൊഞ്ച് റെഡിയാവുന്ന സമയം കൊണ്ട് ഇന്ന് എൻ്റെ ഒരു സ്പെഷ്യൽ കൊഞ്ച് ബിരിയാണിയാണ്. എങ്ങനെയൊക്കെ ഒരു അല്പം അരിയൊക്കെ ഇട്ടിട്ട് അതിനകത്ത് ഞാൻ കൊഞ്ച് പൊരിച്ചതെല്ലാം എടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് പിന്നെ ഞാൻ വെള്ളം ഒഴിച്ച് സെറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. എങ്ങനെയായിരിക്കും ഏതായിരിക്കും എനിക്കറിയത്തില്ല. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞത് ആ ഒറ്റ ഫിസിൽ എന്നാണ് ഞാൻ കാണിക്കുന്നത്. ഒരു ഫിസിൽ അടിച്ചാൽ മതി. എനിക്ക് 2 ഫിസിൽ വരാകുമ്പോൾ നിർത്തണം. കൂട്ടുകാരെ കണ്ടോ, കിടക്കുന്നുണ്ടോ? ഇതാ ഈ ഒരു മരം നമ്മുടെ എന്താ ബംബ്ലി മസോ അങ്ങനെ. പക്ഷെ അത് സാധനം കഴിക്കാൻ കൊള്ളത്തൊന്നുമില്ല കേട്ടോ. പക്ഷേ അതിൻ്റെ മുട്ട് വീണെടുക്കുന്ന ഇലയും അതിൻ്റെ പൂവും കണ്ടോ. മഴ ആയ കാരണം എനിക്കൊരു രക്ഷയില്ല തൂക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഇച്ചിരി വെയിൽ കാണുന്നുണ്ട്. കണ്ടോ, അതിൻ്റെ മിറ്റം പോലും എനിക്ക് തൂക്കാനുള്ള സമയം കിട്ടുന്നില്ല, മഴ കാരണം. വൈകുന്നേരം ഇന്നിപ്പോൾ നേരത്തെ മഴ ഇരുട്ടി വരുന്നുണ്ട്. പക്ഷേ എനിക്ക്
വെക്കണം. അപ്പോൾ ഇതാ എൻ്റെ കുക്കറിൽ ഫിസിൽ വന്നു, ഒരൊറ്റ ഫിസിൽ വന്നു. ഒരു ഫിസിലടിച്ച് ഇച്ചിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് അല്ലാതെ ഫിസിൽ വരുന്നതിന് മുന്നേ ഓഫാക്കാം. കുഞ്ഞരിയാണ് കേട്ടോ എനിക്കുള്ളത്, കുഞ്ഞരിയാണ് വന്നിരിക്കുന്നത്. കുഞ്ഞരിയായാലും ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ തന്നെയാണ് വയ്ക്കുന്നത്. ഞാൻ വെറൈറ്റി ആയിട്ടാണ് വെച്ചിരിക്കുന്നത്, നോക്കാം നമുക്ക് എന്താവും എന്നുള്ളതൊക്കെ. അപ്പോൾ ഓഫാക്കാറായി. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ സെറ്റായിരിക്കുകയാണ്. അപ്പോൾ എന്താ ഫിസിലൊക്കെ കളഞ്ഞിട്ട് ബിരിയാണി തുറന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് ഇങ്ങനെ വെച്ചതായിട്ട് എന്താവോ ഏതാണെന്ന് അറിയത്തില്ല, ടേസ്റ്റ് ഉണ്ടാവോ ഒന്നും അറിയത്തില്ല. എന്തായാലും കാണാനൊക്കെ നല്ല രസമുണ്ട്. അങ്ങനെ ഞാൻ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇളക്കിയിടുകയാണ്. നിൽക്കാൻ പാത്രത്തിൽ നമ്മൾ മാറ്റി കൊടുക്കണം, കാരണം ചൂടിലിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും ഇരുന്ന് സെറ്റായി പോകും. അപ്പം ഞങ്ങൾ കഴിക്കാറായതുകൊണ്ട് തന്നെ ജസ്റ്റ് ആക്കിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വേറെ പ്ലേറ്റൊന്നും ആക്കുന്നില്ല, ഇതിന് തന്നെ 3 സെർവ് ചെയ്യുകയാണ്. അപ്പം കാണാനൊക്കെ കൊള്ളാൻ, കുഴപ്പമൊന്നുമില്ല. കൊഞ്ച് പീസുകളൊക്കെ അതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. കൊഞ്ച് പീസ് ഒന്ന് എടുത്തിട്ട് സൂം ചെയ്തെടുക്കാമെന്ന് വെച്ചിട്ട് എടുത്ത് കാണിക്കാൻ പറ്റും. നാളെ അപ്പോൾ സ്കൂൾ തുറക്കുന്നുണ്ട്, സൈഡ് മാത്രം ജസ്റ്റ് ഷേപ്പ് ആക്കണം. അപ്പോൾ അത് അച്ഛനും മോനും കൂടെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു, ജാനുസിൻ്റെ കുളിയും കഴിഞ്ഞു, മുടിയൊക്കെ വെട്ടി സുന്ദരനായി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോയി, ചോറ് കഴിക്കാൻ പോകും. കുളിക്കാതെ ജപിക്കാതെ ഇരിക്കുന്ന ഒരാളെ ഞാൻ കാര്യം അങ്ങനെ കുളിയും ചെയ്യാൻ പോകുന്നു, ബാധകമേ അല്ല. കുളിക്കല്ലേടാ ചേ, ഇത് വേറെ കാര്യം പറയാം. ഇത് മഴയാ തണുപ്പാ, കുളിച്ചു കഴിഞ്ഞാൽ ജലദോഷം വരും. എല്ലാവരും കാണട്ടെ. അപ്പം ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പം 2 പ്ലേറ്റിലൊക്കെ ഇട്ട് 3 പപ്പടമൊക്കെ എടുത്ത് പച്ചടി ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ വെക്കാൻ. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ തൂക്കാൻ ഇറങ്ങി. 2-2:30 മണിയേ ആവും, 2:30 ആയില്ല, 1-1 കാലം കണ്ട് ആയതുള്ളൂ. കാരണം മഴക്കോളുണ്ട്, മഴ പെയ്യുമെന്ന് അറിയത്തില്ല. കാരണം 2-3 ആഴ്ചയായി തൂത്തിട്ട്. ചവറില്ല, ഈ ഭാഗത്ത് മാത്രമേ നമുക്ക് ചവറുള്ളൂ. പക്ഷെ അങ്ങനെ അത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ജസ്റ്റ് അവനെങ്കിലും നോക്കിക്കൊള്ളു. നേരത്തെ തൂക്കാം. ഈ അമ്മയ്ക്ക് വട്ടാണ്. ഈ തുറമ വെച്ചല്ലേ തൂക്കേണ്ടത്, പകരം ഈ തുറമ വെച്ചാണോ തൂക്കേണ്ടതെന്ന് ഗൈസ് പറയുക. നമ്മുടെ ബാക്ക് സ്റ്റെപ്പിൻ്റെ പണിയും കൂടി ഇനി ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടിയിട്ടേക്കാണ്. തറയൊക്കെ ഒന്ന് ഉറയ്ക്കാൻ വേണ്ടി ഇട്ടതാണ്. എന്തായാലും ഉറച്ച് ഇനി ഉറയ്ക്കാൻ വേണ്ടി ഒന്നും. പിന്നെ ക്ഷീണിച്ച് ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ. വാ, ഞാൻ നാരങ്ങ വെള്ളം ഉണ്ടാക്കി വെച്ചേക്കാം. അതിനുവേണ്ടി ഞാൻ നാരങ്ങ തണുക്കാനായിട്ട് എടുത്ത് വെച്ചിട്ട്, തണുപ്പ് മാറാനായിട്ട് എടുത്ത് വെച്ചിട്ട്. മഴ പെയ്യും ഗൈസ്. ഇതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ പോയി എൻ്റെ ചെരുപ്പ് എടുത്തിട്ട് ചേരാം. ഞാൻ എൻ്റെ കോലം കണ്ട പൊളിച്ച് വിയർത്ത് എല്ലായിടം കണ്ട. അവിടെ കണ്ട പായലായി. ഇന്ന് സാപ്പൂവിൻ്റെ പൂവൊക്കെ വീണിട്ടെ അങ്ങനെ എല്ലായിടം തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി എപ്പോഴാണ് മഴ പെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദാഹിക്കുന്നു, ഒരു വെള്ളം കുടിക്കട്ടെ. അയ്യോ, ക്ഷീണിച്ച് എല്ലാ തൂക്കും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്താ AC ഒക്കെ ഇട്ട് വന്നിട്ട് കിടന്നപ്പോൾ ഇവിടെ എല്ലാണ്ണവും കൂടിയേറി, എല്ലാണ്ണവും കൂടെ ഇവിടെ വരും. അപ്പോൾ ഇനി കുറച്ച് നേരം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 3:30 ഒന്ന് കിടന്നതാണ്. 5:30 ആയി എണീറ്റപ്പോൾ. പിന്നെ പെട്ടെന്ന് റെഡിയായി അമ്പലത്തിൽ പോയിട്ട് ഇന്നലെ ചരട് ജപിക്കാൻ പറ്റിയില്ല, പോയിട്ട് ലേറ്റായി. പിന്നെ ഓടി ചെന്നപ്പോഴത്തേക്ക് ചരടൊക്കെ ജപിച്ച് കിട്ടി. 3 പേർക്കും ചരടൊക്കെ ജപിച്ച് വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് അപ്പുറത്തെ ആൻറ്റി നമുക്ക് കുറച്ച് വരിക്കച്ചക്ക കേട്ടോ. ഇനിയിപ്പോൾ അത് കണ്ടിരിക്കാം. പക്ഷേ ഞാൻ ചായ ഇട്ടില്ല,
ഞാൻ ചായ ഇടും. ഒരു സന്തോഷ വാർത്തയുടെ കൂട്ടുകാരൻ, ഞാൻ ഇന്ന് മുതൽ ചായ നിർത്തി. ഞാൻ ഇനി മുതൽ കോഫിയാണ്. എൻ്റെ ചേട്ടൻ കുറേ കോഫി പൗഡർ വാങ്ങി വെച്ചേക്കുന്നു. അത് മാത്രമല്ല, നമ്മൾ തേയിലയല്ലേ കൂടുതൽ നമുക്ക് ദോഷം ചെയ്യുന്നത്. അപ്പം ഞാനത് മാറ്റി ചായ മാറ്റി ഞാൻ കോഫിയിലോട്ട് തിരിഞ്ഞിരിക്കുകയാണ് ഇന്ന് മുതൽ. ഞായറാഴ്ച 2/6/2024. ഓക്കെ, അപ്പോൾ ഞാൻ കോഫി ഉണ്ടാക്കട്ടെ. അപ്പോൾ എൻ്റെ കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ബ്ലാക്ക് കോഫി, ഞാനൊരു പാലൊഴിക്കത്തില്ല, ചുമയായതുകൊണ്ട് ഇടയ്ക്കൊക്കെ പാൽ കൊണ്ട് ഒഴിക്കത്തേ ഉള്ളൂ. കോഫിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നു കൂട്ടുകാരെ. തലവേദന അതൊക്കെ അഡിക്ഷനുണ്ട്. എന്തായാലും എനിക്ക് അറിയുന്ന ഒരു ചായ കുടിച്ചേ പറ്റുമോ. അതൊന്ന് ഞാൻ കോഫിയിലേക്ക് മാറി നോക്കട്ടെ, ശരിയാവുമോ ഇല്ലയോ. അപ്പോൾ ശരി, ചായ കുടിച്ചിട്ട് കാണാം. അപ്പോൾ അതാ നമ്മൾ വൈകുന്നേരത്തേക്ക് അമ്പലത്തിൽ പോയിട്ടപ്പോൾ തട്ടുദോശ കിട്ടി. തട്ടുദോശയും ചമ്മന്തിയും ബീഫ് റോസ്റ്റും സാമ്പാറും. അവിടുത്തെ ചേച്ചിയുടെ ബീഫ് റോസ്റ്റ് സൂപ്പറാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു വൈകുന്നേരം എന്നാൽ തട്ടുദോശയും ബീഫ് റോസ്റ്റും ആക്കി കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു. അപ്പോൾ നമ്മൾ രാത്രിത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നാളത്തേക്കുള്ള മീൻ കറി തിളയ്ക്കുന്നു. അപ്പോൾ ഞാൻ തീ കുറച്ചവിടെ ഇട്ടേക്കും, അവിടെ കിടന്ന് തിളയ്ക്കട്ടെ. ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കഴിക്കണം. അപ്പോൾ ധ്യാനൂസിൻ്റെ ബുക്കൊക്കെ പൈൻറ്റിടാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് കൂട്ടുകാരി. ഞാൻ കണ്ട ധ്യാനൂസിൻ്റെ പുതിയ സ്പൈഡർമാൻ ബാഗ്, ബോക്സ്, വാച്ച്. എനിക്കറിയത്തില്ല, എല്ലാ സ്പൈഡർമാനാണ്. അതായത് നമ്മൾ സ്റ്റിക്കർ ഒന്ന് വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. സ്റ്റിക്കർ ഈ വർഷം അവർ രണ്ടുപേരും, കൈലാസിൻ്റെയും ധ്യാനൂസിൻ്റെയും സ്റ്റിക്കർ നമ്മൾ അവിടെ തന്നെ പിക്ചർ റെഡിയാക്കിയിട്ട് സ്റ്റിക്കർ ആക്കിയിട്ടുണ്ട്. അത് നല്ലൊരു ഐഡിയ അല്ലേ. അപ്പോൾ അത് ആണ് ഈ വർഷത്തെ വെറൈറ്റി ഐറ്റം. അപ്പോൾ ഇതൊക്കെ ഞങ്ങളിൽ നിന്ന് സെറ്റ് ചെയ്യട്ടെ. ചക്ക എടുത്ത് വെച്ചിട്ടുള്ളൂ, കഴിച്ചു തുടങ്ങിയില്ല. കാരണം ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. മണി ഇപ്പം തന്നെ ആയി 9:30 ആയി. എന്തായാലും ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിയോണ്ട് ഇപ്പോഴൊന്നും ഉറക്കത്തില്ല. അപ്പോൾ ആ സൈഡിൽ കൂടെ ബിഗ് ബോസ് നടക്കുന്നുണ്ട്. മോഹൻലാൽ വരുന്ന എപ്പിസോഡ് കാണണമല്ലോ. അങ്ങനെ അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നോട്ട്ബുക്കെല്ലാം ഞാൻ ബൈൻഡ് ചെയ്തിട്ട് അപ്പോൾ ഓടി വന്നു. എൻ്റെ വാച്ച് കാണിക്കാൻ വിട്ടു നമ്മൾ ഓടി വന്നു. സ്പൈഡർമാൻ്റെ വാച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ശരി, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവരും ഇനി കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. കുറച്ച് തേപ്പ് മീൻസ് ഇസ്തിരി ഇടണം. നാളെ സ്കൂളിൽ പോകാനുള്ളതെല്ലാം സെറ്റ് ചെയ്യണം. നാളെ സ്കൂൾ തുറക്കുകയാണ്. രാവിലെ 9 മണിയോടെ എത്തണം. അപ്പം അതിനായിട്ടുള്ള ബാക്കി ഒരുക്കങ്ങളൊക്കെ ചെയ്യണം. ബുക്കും കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അടുത്ത് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.